പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് മെയ് 25 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ശക്തിയാൽ ഇന്ന് മെയ് 25 തീയതിയായ ഞായറാഴ്ച അങ്ങയുടെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നു. കർത്താവെ, ഈ ആശീർവാദത്തിന്റെ ശക്തി നിന്റെ ബലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും ഈ ആശീർവാദത്തിന്റെ ശക്തി നിന്റെ മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണോടെ നിൽക്കട്ടെ. ഇന്നത്തെ നിന്റെ യാത്രകൾ, നിന്റെ ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങൾ, നിന്റെ അസൈൻമെന്റുകൾ, ഓരോരോ സ്ഥലത്ത് പോകാനും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യപരിപാടികളെ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. നിശ്ചയങ്ങൾ,
തീരുമാനങ്ങൾ, നിശ്ചയങ്ങൾ, യാത്രകൾ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ് ആശുപത്രിക്ക് പോകുന്നവരും പോകാൻ വേണ്ടി ഒരുങ്ങുന്നവരും അതിൻ്റെ പേരിൽ ഉത്കണ്ഠയും ഭാരവും മനസ്സിലേറ്റി നടക്കുന്നവരെ കർത്താവെ നീ അവരെ സങ്കടങ്ങൾ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നാളത്തെ തിങ്കളാഴ്ച യാത്ര, ദീർഘദൂര യാത്രയിലുള്ളവരുണ്ട്. ഈശോയെ, കുടുംബം കഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള അധ്വാനത്തിന് മാർഗങ്ങൾ മുട്ടിപ്പോകുന്നല്ലെന്ന് ഓർത്തിട്ട് സാമ്പത്തികമായ ക്ലേശങ്ങൾ, വാടകയ്ക്ക് താമസിക്കുന്നവർ, ഒറ്റയ്ക്കും പണയത്തിന് താമസിക്കുന്നവർ, കർത്താവ് കിണറ്റിൽ വെള്ളമില്ലെന്നുള്ള ആവരാതിയുള്ളവർ, ആ മേഖലയിലെല്ലാം കർത്താവ് ഒത്തിരി സാക്ഷ്യം ഉടമ്പടി ഞാൻ കേട്ടിട്ടുണ്ട്. ഈശോയെ, അതനുസരിച്ച് ഞങ്ങളുടെ മക്കളെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, റിസൾട്ട് വന്നപ്പോൾ മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒത്തിരി പഴകുകയും പള്ള് പറയുകയൊക്കെയും ചെയ്തിട്ട് മനസ്സിടിഞ്ഞ് വല്ലാത്ത രീതിയിലായിപ്പോയവർ അവരെല്ലാം കർത്താവ് ഇന്ന് ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥിൽ അവർ ഉയർത്തുന്ന കേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കർത്താവ് ചെറിയ ഉദ്യമങ്ങൾ കൊണ്ട് കുഞ്ഞു ജോലി കൊണ്ട് കർത്താവെ ജീവിതം തല്ലിപ്പൊട്ടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ചില സമയത്ത് കർത്താവെ അവർക്ക് വലിയൊരു ബാധ്യതയോ ഭാരമോ ഉണ്ടാകുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും പലതരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വലിയ ചിലവുണ്ടാകുന്ന എല്ലാവിധ അവസ്ഥകളും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. അവർക്ക് കർത്താവ് പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് പൊങ്ങാൻ പറ്റാത്ത രൂപത്തിലായിപ്പോകും. കൂടുതൽ കടങ്ങൾ ഉള്ള വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി നീ ആശീർവദിക്കപ്പെടട്ടെ. മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് നല്ല പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുന്നവരെ കർത്താവേ, കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി ഓടുന്ന മാതാപിതാക്കന്മാരെ, വളരെ നിസ്സഹായരായി പോകുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, പണമില്ലാതെ സ്വാധീനമില്ലാതെ കുഞ്ഞുങ്ങൾ തന്നെ മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ടും അതിൻ്റെ ഭാരം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അതിൻ്റെ പേരിൽ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ കർത്താവ് മദ്യപിക്കുന്നവരെ കൊണ്ട് ഈശോയെ, അങ്ങനെ തകർന്നു പോയ കുടുംബങ്ങൾ, മങ്ങിപ്പോയ ഒരു മങ്ങൽ കുടുംബത്തിന് വന്ന പോലെ തോന്നുന്നുണ്ട്. ഈശോയെ, ആ കുടുംബങ്ങളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പ്രകാശിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വെളിച്ചം ധരിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങൾ, ഭാര്യഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിക്കുന്നവർ, അകന്ന് താമസിക്കുന്നവർ കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ കർത്താവിൻ്റെ കൃപ അവർക്ക് ലഭിക്കട്ടെ. മാതാപിതാക്കൾ മക്കളിൽ തമ്മിൽ മാനസികമായിട്ട് അകന്ന് പോകുന്നവർ, മക്കൾ ദുർഗതിപ്പെട്ടു പോയിട്ടുള്ള മക്കളുണ്ട്. ഈശോയെ, അവർ തിരിച്ചു വരാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ സമർപ്പിക്കുന്നു. ലോർഡ് ഇൻക്രീസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻക്രീസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നലെയൊക്കെ പറഞ്ഞ അത് ഉടമ്പടിയുടെ ലാഗിങ്സ്, ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങൾ ചിലത് താമസിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ തിരക്കൊണ്ടിരുന്നത്. എന്തായാലും ഒന്ന്, ഉടമ്പടിയിലെ വില്ലന്മാരാണ്, അല്ലേ? അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഉടമ്പടിക്ക് വില്ലന്മാരുണ്ടാകും. എബ്രഹാത്തിന് വില്ലനുണ്ടായിരുന്നു, ലോത്ത് എബ്രഹാത്തിന് ഡയറക്റ്റ് വില്ലനല്ലെങ്കിലും സാറായെ സംബന്ധിച്ചിടത്തോളം ലോത്ത് ഉണ്ടാക്കിയ സമ്മർദ്ദങ്ങളാണ്. എബ്രഹാം പ്രായമായി മരിക്കുകയും മറ്റവർ ശക്തി പ്രാപിക്കുകയും ലോത്ത് ശക്തി പ്രാപിക്കുകയും ചെയ്ത സാറയുടെ ലൈഫ് സമ്മർദ്ദത്തിലാവും. അതുകൊണ്ടാണ് ആ സമ്മർദ്ദമാണ് സാറ എബ്രഹാത്തിന് സമ്മർദ്ദപ്പെടുത്തിയിട്ടാണ് ഹാഗറിനെ പ്രാപിച്ചിട്ട് ദൈവിക പദ്ധതി ഉടമ്പടി ബ്രേക്ക് ആകണത്. അപ്പം എബ്രഹാം ഒരിക്കലും എബ്രഹാത്തെ വിശ്വാസികളുടെ പിതാവാണെന്ന് പറഞ്ഞത് പൗലോസാണ്. കാര്യം യഥാർത്ഥ വിശ്വാസികളുടെ പിതാവിനെ പൗലോസ് കാണാത്ത കൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അത് അമ്മയാ ശരിക്കും. അതേപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൺകറൻസ് ഉള്ള അമ്മയ്ക്കല്ലേ ഉള്ളൂ. അമ്മയെ കണ്ടപ്പോഴല്ലേ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയണത്, മേരി, കർത്താവ് നിന്റെ അളിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം വിശ്വാസത്തിൻ്റെ വക്താവായിട്ട്, മദർ ഓഫ് ഫെയ്ത്ത് ആയിട്ട് കാണിക്കുന്നത് മറിയത്തെയാണ്. ഇവരാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. കാര്യം യേശുവിനും ആ വീട്ടുകാരനും ഇടയിൽ, അല്ല യേശുവിനും ദൈവത്തിനും ഇടയിൽ മറിയം ഉടമ്പടിയുടെ മധ്യസ്ഥയാണ്. അപ്പം നമ്മൾ ഈശോനോടല്ലേ ഉടമ്പടി ചെയ്യണത്.
ഈശ്വരനോടല്ലേ നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഈ എബ്രാഹത്തിന് മോസസും ഇല്ലാതിരുന്നൊരു ആനുകൂല്യം നമുക്കുണ്ട്. ആരാണത്? മറിയമാണ്. മറിയമാണ് അതിൻ്റെ ഫെസിലിറ്റേറ്റർ, ഒരു നാവിഗേറ്റർ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഉടമ്പടി നാവിഗേറ്ററാണ്. അമ്മ എന്ന് പറഞ്ഞ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് നാവിഗേറ്ററാണ്. ചില അമ്മയെ സംബന്ധിച്ചിടത്തോളം പിതാവായ ദൈവത്തിന് ഒരു മോശം ഇൻസ്ട്രുമെൻ്റ് അല്ല. മറിയത്തെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൻ്റെ അനാദി കാലം മുതൽ തന്നെ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു സെക്യൂറായിട്ട് അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തന്നെ അമലോത്ഭവമാണ് ആ പാക്കേജിലുള്ളത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരു പ്രത്യേക സൃഷ്ടിയാണ് അത് ഫോർ റിഡംഷന് വേണ്ടിയുള്ള. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കംപ്ലീറ്റ് ഈ മറിയത്തിന് ഒത്തിരിയേറെ ഗുണങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃപാസന ഉടമ്പടിയുടെ മധ്യസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിക്ക് മധ്യസ്ഥ എന്ന് കംപ്ലീറ്റ് മധ്യസ്ഥയാണ്. ആര്? മറിയം. അതുകൊണ്ടാണ് അമ്മയുടെ കാശുരൂപം നമ്മൾ നെഞ്ചിൽ ചാർത്തി കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ എന്തൊരു ഐശ്വര്യമാണ് ആ ഉടമ്പടി കാശുരൂപം കാണാൻ. കാര്യം മറിയമാണ് എൻ്റെ നിറഞ്ഞു നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഞാനും ദൈവവും തമ്മിലുള്ള ഉടമ്പടിക്ക് മറിയം സാക്ഷി. ജോഷുവ 24:27 അതിസുന്ദരമായ ഒരു സാക്ഷ്യവചനമുണ്ട്. ജോഷുവ ജനത്തോട് പറഞ്ഞു, ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. കർത്താവ് നമ്മോട് അരുൾ ചെയ്ത എല്ലാ വചനങ്ങളും ഇത് ശ്രവിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിക്കാതിരിക്കുന്നതിന് ഇത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ. അതായത് ഈ മരിയൻ ഉടമ്പടിയിൽ പഴയ നിയമത്തിൽ ഉടമ്പടിക്ക് സാക്ഷിയാക്കുന്നത് കല്ലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് എല്ലാ വചനങ്ങളും കേട്ടിട്ടുണ്ടെന്നാണ് പറയണത്. എല്ലാ വചനങ്ങളും കേട്ട ഒരാൾ ശരിക്കും പറഞ്ഞാൽ മറിയമാണ്. എന്താ കാര്യം? മറിയമാണ് വചനത്തെ മാംസമാക്കിയത്. വചനത്തെ മാംസമാക്കിയെന്ന് പറഞ്ഞാൽ വാഗ്ദാനത്തെ മാംസമാക്കിയതാണ്. അത് നമ്മൾ വായിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ക്രിസ്തുവിൽ വാഗ്ദാനങ്ങളെല്ലാം അതേ എന്നാണെന്ന് 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അപ്പോഴേ ക്രിസ്തുവിനെയാണ് വചനത്തിലൂടെ മാതാവ് ഗർഭം ധരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ വാഗ്ദാനങ്ങളെയുമാണ് മാതാവ് ഗർഭം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ജോഷുവ പറയണത്. ഈ കല്ല് എല്ലാ വചനങ്ങളും കേട്ടതാണെന്ന്. പഴയ നിയമത്തിലെ ആ ഉടമ്പടിക്ക് കല്ലാണ് വചനം കേട്ടെങ്കിൽ പുതിയ നിയമത്തിലെ മറിയമാണ് വചനം കേട്ടിരിക്കുന്നത്. എല്ലാ വചനം കേട്ടത്, എല്ലാ വചനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെ ആയതുകൊണ്ട് ക്രിസ്തുവിനെ സംവഹിച്ചത് മറിയമാണ്. അവരാണ് നമ്മളുടെ മീഡിയേറ്ററായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതക്രമം, മാതൃകയും മധ്യസ്ഥവും നമ്മൾ അനുകരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം പുരോഗമിപ്പിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എബ്രാഹിം സംഭവിച്ച പോലെയും മോശം സംഭവിച്ച പോലെയും ലാഗ് ചെയ്യേണ്ട കാര്യമില്ല, താമസിക്കത്തില്ല. കർത്താവ് അതുകൊണ്ടാണ് സമയമായില്ല എന്ന് പറഞ്ഞിട്ടും ആകാത്ത സമയം മറിയത്തിൻ്റെ വാഗ്ദാനത്തെ പ്രാർത്ഥനയിലാക്കിയെടുത്തത്. അപ്പോൾ ആ മറിയം മധ്യസ്ഥയും മാതൃകയും സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്.